ലച്ചു അച്ചുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹാളിലായി 5 ഫോൺ നോക്കി ഇരിപ്പുണ്ട്. തറയിൽ രാധിക കിടക്കുന്നുണ്ട്. ആ എപ്പോ എത്തി ലച്ചു മോളെ? രാധിക അവളെ കണ്ടതും പുഞ്ചിരിയോടെ ചോദിച്ചു. ഇപ്പോൾ വന്നേ ഉള്ളൂ ചെറിയമ്മേ. നീ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, അജിത്തേട്ടനുണ്ട്. അവളെവിടെ ചെറിയമ്മേ? മുറിയിലുണ്ട്. തലവേദന എന്ന് പറയുന്നത് കേട്ടു. കിച്ചുവിനൊപ്പം കല്യാണത്തിന് പോയേക്കായിരുന്നു. യാത്ര ചെയ്തതിൻ്റെ ആവും, രാധിക പറഞ്ഞു. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് ലച്ചു അച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. ലച്ചു വാതിൽ തുറന്ന് മുറിയിലേക്ക് കയറിയപ്പോൾ കാണുന്നത് ബെഡിലായി കമിഴ്ന്ന് കിടക്കുന്ന അച്ചുവിനെയാണ്. ലച്ചു അവളുടെ അടുത്തേക്ക് ചെന്നു. അച്ചു, എടി അച്ചു. ലച്ചു തട്ടി വിളിച്ചുവെങ്കിലും അച്ചു എഴുന്നേറ്റില്ല. അവസാനം ദേഷ്യം വന്ന് ലച്ചു അവളുടെ ഷോൾഡറിൽ പിടിച്ച് അച്ചുവിനെ ബലമായി തന്നെ എഴുന്നേൽപ്പിച്ചു. അച്ചുവിൻ്റെ മുഖം കണ്ട് ലച്ചു ശരിക്കും ഞെട്ടിപ്പോയി. കണ്ണുകളെല്ലാം കരഞ്ഞു വീർത്തുകെട്ടി ഇരിപ്പുണ്ട്. മുഖമൊക്കെ ചുവന്നു തൊടുത്ത് ആകെ വിങ്ങിയാണ് ഇരിക്കുന്നത്. മുടിയൊക്കെ ആകെ ഉലഞ്ഞിട്ടുണ്ട്. ഭഗവാനെ, ഇവള് ഇത്രമാത്രം കരഞ്ഞോ? ലച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അച്ചുവിനെ അടുത്ത് വന്നിരുന്നു. എന്താടാ, എന്താ പറ്റിയേ? എന്തിനാ കുഞ്ഞെ ഇങ്ങനെ കരയണേ? അച്ചുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ലച്ചു ചോദിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ അച്ചു ലച്ചുവിനെ മുറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ചുവിൻ്റെ കരച്ചിൽ കണ്ട് ലച്ചുവിന് നല്ല വിഷമം തോന്നി. ഓരോന്നാലോചിച്ചു കൂട്ടി ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ഇത്രമാത്രം നിന്റെ മനസ്സിൽ പതിഞ്ഞുപോയോ കിച്ചേട്ടൻ? ലച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഒപ്പം തന്നെ അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്തിനാ കരയണേ? എനിക്ക് കിച്ചേട്ടനില്ലാതെ പറ്റില്ല ലച്ചു. ഞാൻ അത്രയ്ക്കും ഇഷ്ടമാടി. എനിക്ക് എൻ്റെ ജീവനാടി. അച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കിച്ചേട്ടൻ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു? ഇഷ്ടമല്ല എന്ന് പറഞ്ഞു? ലച്ചു ചോദിച്ചതും അച്ചു വേഗം തന്നെ ഇല്ലെന്ന മട്ടിൽ തലയനക്കി. പിന്നെ എന്താ നിനക്ക്? അച്ചു നോക്ക്, നീ വെറുതെ ഓരോന്നാലോചിച്ച് ഇങ്ങനെ കരയല്ലേ? അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ കരയാൻ എന്താണ് ഉണ്ടായത്? സന്തോഷത്തോടെയല്ലേ നീ ഇന്ന് കിച്ചേട്ടനൊപ്പം പോയത്? എന്നിട്ടിപ്പോൾ എന്ത് പറ്റി? എടി, വീട്ടുകാരുടെ സമ്മതം അതിപ്പോൾ നോക്കുന്നത് എന്തിനാ? നിനക്ക് കിച്ചേട്ടനെ ഇഷ്ടമായത് നിന്റെ അച്ഛനെയും അമ്മയെയും നോക്കിയിട്ടാണോ? കിച്ചേട്ടനോട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെയാണോ? അല്ലല്ലോ. പിന്നെ നീ ഇപ്പോൾ ചെറിയ കുട്ടിയാണ്. നിന്റെയും കിച്ചേട്ടൻ്റെയും ഇഷ്ടം ഇപ്പോൾ നിന്റെ വീട്ടിലറിഞ്ഞാലും നല്ല പോലെ പ്രശ്നമാവുമെന്ന് നിനക്കറിയാം. അതറിയാതെ നോക്കേണ്ടത് നീ തന്നെയാണ്. നീ ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചും കൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ അവർക്കെല്ലാം മനസ്സിലാവും. പിന്നെ കിച്ചേട്ടൻ, നീ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞിരുന്നാൽ നിന്റെ വിഷയത്തിൽ ഓരോന്ന് പറഞ്ഞ് ആ പാവം എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? കിച്ചേട്ടൻ ആളൊരു പാവാണ്. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അത് നീ മുതലെടുക്കലേ അച്ചു. നിന്നെ കിച്ചേട്ടന് ഒത്തിരി ഇഷ്ടമാണ്. നീ പറഞ്ഞ വാക്കുകൾ ഏട്ടന് എത്രമാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? ലച്ചു അച്ചുവിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. എന്നാൽ അത് കേട്ട് അച്ചുവിന് സങ്കടം തോന്നി. താൻ ചെയ്തത് വല്ലാത്തൊരു തെറ്റായിപ്പോയി എന്ന ചിന്ത അവളിൽ ഉടലെടുത്തു. അച്ചു എന്തോ ചിന്തിച്ചിരിക്കുന്നത് കണ്ടതും ലച്ചുവിന് വിഷമം തോന്നി. അവളുടെ മൂടൊന്ന് മാറ്റണമെന്ന് ലച്ചു കരുതി. പുറത്തേക്കിറങ്ങാമെന്ന് കരുതി. നീ ഇങ്ങനെ വിഷമിക്കില്ലേ അച്ചു? നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റില്ലേടി. ലച്ചു അച്ചുവിൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിഷമത്തോടെ പറഞ്ഞു. നീ വാ, നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ചില്ലായിട്ട് വരാം. ഞാനില്ല. ഒരൊറ്റ വീക്ക് തന്നാലുണ്ടല്ലോ, വാടി ഇങ്ങോട്ട്. ലച്ചു കലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ആ, വേഗം വരണം. അതും പറഞ്ഞുകൊണ്ട് ലച്ചു പുറത്തേക്കിറങ്ങി. രാധികയോട് ചെന്ന് സമ്മതം വാങ്ങി. അച്ചു റെഡിയായി വന്നതും രണ്ടുപേരും കൂടെ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ലച്ചുവിൻ്റെ ഫോണിലേക്ക് അജിത്ത് വിളിച്ചത്. അച്ചുവിൻ്റെ അടുത്ത് നിന്ന് ലച്ചു അല്പം നീങ്ങി നിന്നു. എന്താ ഏട്ടാ? നീ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വായു. കിച്ചുവിന് അവളോട് സംസാരിക്കണമെന്ന്. ഇവിടെ വെച്ച് വേണ്ട ഏട്ടാ. അവള് ആകെ മൂഡ് ഓഫാണ്. ഞങ്ങൾ പാടത്തുണ്ടാകും, അങ്ങോട്ട് വന്നാൽ മതി. പിന്നെ ഇപ്പോൾ ഒന്നും വരണ്ട, 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോഴേക്കും അവളെ ഒന്ന് സെറ്റാക്കട്ടെ. ലച്ചു അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ലച്ചു അച്ചുവിനെയും കൊണ്ട് പോയത് പാടത്തേക്കാണ്. നമ്മളെന്താ ഇവിടേക്ക് വന്നേ? ഒന്നുമില്ല, ചുമ്മാ നിന്റെ ഈ മൂടൊന്ന് മാറ്റാൻ. എൻ്റെ മൂഡ് മാറ്റാനാണോ അതോ നിന്റെ ഭാവി കാമുകനെ കാണാനോ? പാടത്തെ അറ്റത്തായി ആരോടോ സംസാരിക്കുന്ന ആദിയെ നോക്കിക്കൊണ്ട് അച്ചു ചോദിച്ചു. അത് പിന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ നിന്നെയും കൂട്ടി വരാമെന്ന് കരുതി. ഓ അങ്ങനെ. എന്തിനാടി എന്നെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അച്ചു മടുപ്പോടെ പറഞ്ഞു.
അതെ, നിനക്ക് സ്പർശന സുഖമെങ്കിലും കിട്ടുന്നുണ്ട്. എനിക്കാകെ കിട്ടുന്നത് വല്ലപ്പോഴും കിട്ടുന്ന ഈ ദർശന സുഖമാണ്. അത് മിസ്സാക്കാൻ പറ്റൂല. അതിന് നിനക്ക് തന്നെ വന്നാ പോരെ? ഏയ്, അത് ശരിയാവില്ല. നീ എൻ്റെ നൻപനല്ലേ, നമ്മൾ ഒന്നല്ലേടി. ലച്ചു അച്ചുവിൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കുന്നത് പോലെ പറഞ്ഞു. പോടി നാറി, നീ ഇനി എന്നാ ഈ മനസ്സിലുള്ളത് ആദിയേട്ടനോട് പറയാൻ പോണേ? ഇപ്പോൾ വേണേൽ ഇപ്പോൾ പറയാം, ഞാൻ റെഡി. മുഖത്ത് ഇല്ലാത്തൊരു നാണം വരുത്തിക്കൊണ്ട് ലച്ചു പറഞ്ഞു. ഇപ്പോൾ അതും നീ നടന്നത് തന്നെ. ഏയ് മിസ്റ്റർ, പുച്ഛിക്കല്ലേ. വേണമെന്ന് വെച്ചാ ഞാൻ പറയും. ദേ ആദ്യേട്ടൻ വരുന്നു, ചെന്ന് പറയും. മുണ്ടും മടക്കി കുത്തി നടന്നു വരുന്ന ആദിയെ നോക്കിക്കൊണ്ട് അച്ചു ലച്ചുവിനോട് പറഞ്ഞു. എടീ, ഇപ്പോൾ തന്നെ വേണോ? പേടിയാണേൽ അത് പറയും. ഏയ്, എനിക്ക് പേടിയില്ല. ഇപ്പോൾ കാണിച്ചു തരാം. അതും പറഞ്ഞ് ലച്ചു അച്ചുവിനെ നോക്കിക്കൊണ്ട് നേരെ ആദിക്കടുത്തേക്ക് നടന്നു. ആദിയേട്ടാ. ആദി നടന്നെടുത്ത് എത്തിയതും ലച്ചു വിളിച്ചു. ആര്യത് ലച്ചുവോ? എന്താ ഇവിടെ? അച്ചു ഉണ്ടല്ലോ. പതിവില്ലല്ലോ ഇങ്ങോട്ടുള്ള വരവ്. അത് അച്ചുവിനൊരു മൂഡ് ഓഫ്, അപ്പോൾ ഒന്ന് സെറ്റാക്കാൻ. ആഹാ, കൊള്ളാലോ. എന്നിട്ട് അവൾ സെറ്റായോ? ആ, ആവുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആദി ചിരിയോടെ ചോദിച്ചു. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ആദിയേട്ടാ. എന്താടോ, പറയ്. ആദി പറഞ്ഞതും ലച്ചു നിന്ന് പരിങ്ങി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അത് പിന്നെ ആദിയേട്ടാ, ഐ ലവ് യു. ആദ്യമൊന്ന് പതറിയെങ്കിലും ലച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദി പെട്ടെന്ന് അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു. നീ ഇതെന്തോന്നാ പറയുന്നേ? നിന്റെ തലയ്ക്ക് ആരെങ്കിലും അടിച്ചോ? ലച്ചുവിൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് ആദിയേട്ടാ. ലച്ചു അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേ ലച്ചു, കളിക്കല്ലേ, പോവാൻ നോക്ക്. ആദി പറഞ്ഞുകൊണ്ട് നടക്കാനാഞ്ഞതും ലച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. തൻ്റെ പ്രണയം കളിയല്ലെന്ന് അവനെ അറിയിക്കണമെന്ന് അവൾക്ക് തോന്നി. ഞാൻ കളിയായി പറഞ്ഞതല്ല. എനിക്ക് ആദിയേട്ടനെ ഇഷ്ടമാണ്. ആദ്യം കണ്ടപ്പോൾ മുതൽ ഇഷ്ടമാണ്, ജീവനാണ്. ഇത്ര നാൾ പറയാതെ നടന്നതാ, പറയണ്ട എന്നും കരുതിയതാ. പക്ഷേ ഇന്ന് അച്ചു എന്നെ പ്രവോക്ക് ചെയ്തപ്പോൾ ഞാൻ വന്ന് പറഞ്ഞതാ. പക്ഷേ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ്. ഞാൻ ആദിയേട്ടനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. ലച്ചു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആദി അവൾ പറയുന്നത് കേട്ട് തലയിൽ കൈവച്ചു പോയി. ലച്ചു, നീ പറയുന്നതൊക്കെ ഇതുവരെ ഞാൻ കേട്ടു. ശ്യാമിൻ്റെ സിസ്റ്റർ എന്ന രീതിയിൽ മാത്രമേ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നിനക്ക് എന്നോട് തോന്നുന്നത് വെറും അട്രാക്ഷൻ മാത്രമാണ്. നീ ഇപ്പോൾ ചെറിയ കുട്ടിയാണ്. മോള് ചെല്ല്, ചെല്ല്. ആദി പറഞ്ഞുകൊണ്ട് പോകാൻ ഒരുങ്ങിയതും ലച്ചു വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ആദിയേട്ടാ, പ്ലീസ്, വെറും കുട്ടിക്കളിയായി എൻ്റെ ഇഷ്ടത്തെ വിലയിരുത്തല്ലേ, പ്ലീസ്. ലച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു. ആദിക്ക് അവളുടെ മുഖം കണ്ട് വിഷമം തോന്നി. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എന്നാലും അത് കാര്യമാക്കാതെ അവളുടെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അവളെ രൂക്ഷമായി നോക്കി ആദി. വിളച്ചിലെടുക്കാതെ പോകാൻ നോക്ക്. അവളുടെ ഒരു പ്രേമം. പോ. ആദി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ലച്ചുവിൻ്റെ കൈ ആദി പിടിച്ച് തിരിക്കുന്നത് കണ്ടതും തിരിച്ച് ഓടാൻ നിന്ന അച്ചു പുറകിൽ നിൽക്കുന്ന അജിത്തിനെയും കിച്ചുവിനെയും കണ്ട് ഞെട്ടി. നിങ്ങളെന്താ ഇവിടെ? കിച്ചനെ നോക്കാതെ അജിത്തിനോട് മാത്രമായി അച്ചു ചോദിച്ചു. കിച്ചു നോക്കുകയായിരുന്നു അവളെ. ഈ കുറഞ്ഞ നിമിഷത്തിൽ അവളുടെ ചുവന്ന മുഖവും വിങ്ങിയിരിക്കുന്ന കൺപോളകളും കിച്ചനെ എന്തെന്നില്ലാത്ത വിഷമം തോന്നിപ്പോയി. അവിടെ എന്താ? തിരിഞ്ഞു പോകുന്ന ആദിയെയും ലച്ചുവിനെയും നോക്കിക്കൊണ്ട് അജിത്ത് ചോദിച്ചു. അച്ചു ഒന്നും പറയാതെ ലച്ചുവിനെ തിരിഞ്ഞു നോക്കി. ലച്ചുവും അതേസമയം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവരെ കാണുന്നത്. ഭഗവാനെ, ഈ കുരിപ്പ് എന്തേലും പറഞ്ഞു കാണോ? ലച്ചു മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്തുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു. നീ എന്താ ആദിയുടെ അടുത്ത്? എൻ്റെ പൊന്നേട്ടാ, വെറും വലിയേട്ടൻ കളിക്കാൻ വരല്ലേ. ഞാൻ നിൻ്റെ ചേട്ടനാണ്, അത് മറക്കണ്ട. ഓഹോ, അപ്പോൾ ചേട്ടൻ ഞാൻ ആരോടൊക്കെ സംസാരിക്കുന്നു എന്ന് ഗവേഷണം ചെയ്യാൻ നടക്കുക? ലച്ചു പുച്ഛിച്ചുകൊണ്ട് അജിത്തിനോട് പറഞ്ഞു. ആണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ഞാൻ നിൻ്റെ ചേട്ടനാണ്. ആണോ? എന്നാ അനിയത്തി എന്ന നിലയിൽ ഞാൻ ചേട്ടനോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ആദിയേട്ടനോട് ഞാൻ എന്താ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താന്ന് വെച്ചാൽ ചോദിക്കടി. നീ എന്ത് വേണേലും ചോദിച്ചോ, ഞാൻ പറയാമെന്ന ഭാവമായിരുന്നു അജിത്തിൻ്റേത്. നീതു, പവിത്ര, സ്നേഹ, ജസ്ന, രഹന, ഇവരൊക്കെ ചേട്ടൻ്റെ ആരായിട്ട് വരും? ലച്ചു ഒരു കൈ ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അജിത്തിനെ നോക്കി ചോദിച്ചു. എൻ്റെ ആരുമല്ല. പിന്നെന്തിനാ ഈ വിക്ക്? എൻ്റെ പൊന്നോ, എനിക്കറിയണ്ട നീ അവനോട് എന്താ സംസാരിച്ചത് എന്ന്. അതും പറഞ്ഞ് അജിത്ത് കൈകൂപ്പി മിണ്ടാതെ നിന്നു.
കിച്ചുവാണേൽ അച്ചുവിനെ തന്നെ നോക്കുകയാണ്. അവളാണേൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് കണ്ട് ലച്ചു ഫോൺ എടുത്തു. ഏട്ടാ ഒന്നിങ്ങ് വന്നേ. ലച്ചു അജിത്തിനെ വിളിച്ചു. ഞാനൊന്നുമില്ല. അജിത്ത് പറഞ്ഞത് കേട്ട് ലച്ചു അവനെ നോക്കി പല്ല് കടിച്ചു. പിന്നെ കിച്ചനെ നോക്കാൻ പറഞ്ഞു. അവനാണേൽ ഒന്ന് പോടാ നാറി എന്ന എക്സ്പ്രഷൻ ഇട്ട് അജിത്തിനെ നോക്കി പേടിപ്പിക്കുകയാണ്. ഓഹ് ഇനി മുഖം വെറുപ്പിക്കണ്ട. അതും പറഞ്ഞ് ലച്ചുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അജിത്ത് അവളെ കൊണ്ട് മാറി നിന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അച്ചു വഴിയിൽ നിന്ന് പാടത്തേക്ക് ഇറങ്ങാനുള്ള മാട്ടത്തിൽ അവിടെ ഇരുന്നു. അത് കണ്ട് കിച്ചുവും അവിടെ അടുത്ത് പോയിരുന്നു. അങ്ങനെയൊരാൾ അവിടെ ഉണ്ട് എന്ന് പോലും നോക്കാതെയാണ് അവളുടെ ഇരിപ്പ്. അച്ചു. കിച്ചു വിളിക്കുന്നതിനൊപ്പം അവളുടെ കൈകൾ പിടിച്ചു. അപ്പോൾ തന്നെ അച്ചു കൈകൾ പുറകിലോട്ട് വലിച്ചു. അച്ചു പ്ലീസ്. ഞാൻ എന്താ ചെയ്തേ? എന്താ നിന്റെ പ്രശ്നം? കിച്ചു ചോദിച്ചു എങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. അച്ചു ഡാ പ്ലീസ്, നീ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. എന്താ നിന്റെ പ്രശ്നം? എന്നോട് പറയ്. എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റൂ. പറയടാ. കിച്ചു അത്രമേൽ താഴ്മയോടെ അവളോട് പറഞ്ഞു. അത് കേട്ടതും അച്ചു അവനെ നോക്കി. നമ്മുടെ വിവാഹം നടക്കില്ല അല്ലേ കിച്ചേട്ടാ? അച്ഛനും അമ്മയും സമ്മതിക്കില്ല. എന്നെ വിട്ട് കിച്ചേട്ടൻ പോകും. ഞാൻ ഒറ്റയ്ക്കാകും. അച്ചു പറഞ്ഞതും കിച്ചു വിഷമത്തോടെ അവളെ നോക്കി. അച്ചു, ഇനി ഞാൻ പറയാൻ പോകുന്നത് മോളെ സമാധാനത്തോടെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. കിച്ചു പറഞ്ഞതും ശരിയെന്ന രീതിയിൽ അച്ചു തലയനക്കി. അച്ചു, വീട്ടുകാരുടെ ഇഷ്ടത്തോടെയാണോ നീ എന്നെ സ്നേഹിച്ചേ? എന്നോട് നിന്റെ ഇഷ്ടം പറഞ്ഞേ. അവളെ നോക്കിക്കൊണ്ട് കിച്ചു ചോദിച്ചു. അല്ല, എനിക്കിഷ്ടം തോന്നിയിട്ടാ. അച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണൊക്കെ കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കിച്ചന് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി അവളോട്. ആണല്ലോ. അച്ചു, ഞാനൊരു കാര്യം പറയാം. നിനക്കറിയാലോ, ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് ഒരുപാട് ഗേൾസിനെ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ മാത്രമല്ല, നാട്ടിൽ കോളേജിൽ പഠിക്കുമ്പോഴുമെല്ലാം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുമുണ്ട്. അതിൽ ബോയ്സായിട്ടും ഗേൾസായിട്ടുമുണ്ട്. പിന്നെ ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ പലതരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. അതുപോലുള്ള ഒത്തിരി പെൺകുട്ടികളെയും എനിക്കറിയാം. മറ്റൊരു പെണ്ണിനോടും തോന്നാത്തൊരു ഫീലിങ്സ് എനിക്ക് നിന്നോട് തോന്നിയിട്ടുണ്ട്. കാരണം നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. നീയില്ലാതെ എനിക്കൊരു ലൈഫ് അതെനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അച്ചു. കാരണം അത്രമേൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ വീട്ടുകാരുടെ സമ്മതം, അത് നമുക്ക് നോക്കാടി. ഒരിക്കലും അവിടെ ഇഷ്ടമില്ലാതെ നിന്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തില്ല. പക്ഷേ നിന്നെ ഞാൻ കൈവിട്ട് കളയേയില്ല. പിന്നെ നീ ചെറിയ കുട്ടിയാണ്, 10ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. എന്നാൽ ഞാൻ അങ്ങനെയല്ല. നിന്നേക്കാൾ 6-7 വയസ്സിന് മൂത്തതാണ് ഞാൻ. നീ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി പഠിക്കണം. എപ്പോഴും പ്രേമിച്ചു നടക്കാനും പാടില്ല കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം, എന്നെ കാണുമ്പോഴുള്ള നിൻ്റെ ഈ വെപ്രാളം, സന്തോഷം എല്ലാം എൻ്റെ കൊച്ചൊന്ന് നിയന്ത്രിക്കണം. അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ പെട്ടെന്ന് അവർക്കെല്ലാം മനസ്സിലാകും. അതുപോലെ തന്നെ എന്നോടൊപ്പം പുറത്തേക്ക് പോകുമ്പോഴുള്ള നിൻ്റെ മുഖത്തെ സന്തോഷം, അതൊക്കെ മോളൊന്ന് കുറയ്ക്കണം കേട്ടോ. പിന്നെ എൻ്റെ കൊച്ച് ഒന്നിനെയും പറ്റി ആലോചിച്ച് വിഷമിക്കരുത്. അത് എനിക്ക് സഹിക്കില്ല. നമ്മുടെ റിലേഷൻ അധികം ആരും അറിയാതെ നമുക്കിങ്ങനെ ആരും കാണാതെ പ്രണയിച്ച് മുന്നോട്ട് പോകാം. സമയമാകുമ്പോൾ നിൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ച് ഈ കുഞ്ഞു പെണ്ണിനെ ഞാനങ്ങ് കൊണ്ടുപോയിക്കോളാം. അതുകൊണ്ട് ഇനി വിഷമിച്ചിരുന്ന ഞാനൊരു കിസ്സങ്ങ് തരും, വേണോ? ഗൗരവത്തിൽ അച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് കുസൃതിയോടെ അവളെ നോക്കി കിച്ചു. വേണ്ട. കിച്ചുവിൻ്റെ നോട്ടം കണ്ടതും അച്ചു പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗുഡ് ഗേൾ. അപ്പോൾ ഇനി സങ്കടപ്പെട്ടിരിക്കുമോ? ഇല്ല. ഓക്കെ. പിന്നെ ഈ നടന്ന കാര്യങ്ങൾ കണ്ണൻ അറിയണ്ടേ കേട്ടോ. അവനെന്നെ തൂക്കിക്കൊല്ലും. അവൻ്റെ അനിയത്തി കൊച്ചിനെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞ്. കിച്ചു ചിരിയോടെ പറഞ്ഞതും മറ്റെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ട് അച്ചുവും ചിരിച്ചുപോയി. കിച്ചുവിന് ഏറെ സന്തോഷം തോന്നി. താനൊന്ന് സംസാരിച്ചാൽ അവളുടെ വിഷമം അകന്നു പോകുമെന്ന് അവന് തോന്നി.